ആ ഇലക്ഷൻ പോസ്റ്റർ ബാലറ്റ്. അപ്പൊ നമ്മൾ വിചാരിച്ച ഒരുപാട് പോസ്റ്റർ ബാലറ്റ് കിട്ടും സാറിന്. അപ്പൊ എല്ലാം ദേശീയ ഞങ്ങൾ പൊട്ടിച്ചു. പൊട്ടിക്കാൻ പ്രയാസമില്ല. 15% വോട്ട് ചെയ്തത് അപ്പുറത്തായിരുന്നു കിട്ടിയത്. പക്ഷെ ഒട്ടിച്ചു തന്നാൽ ആരും അറിയില്ല എന്ന് കരുതരുത്. പാർട്ടിയുടെ ഞങ്ങൾ പൊട്ടിക്കും. വോട്ടിന് വെരിഫൈ ചെയ്ത് ഞങ്ങൾ തിരുത്തി. എന്റെ പേര് കേസെടുത്താലും കുഴപ്പമൊന്നുമില്ല. തിരുത്തി. ഞാൻ ഇലക്ഷൻ കമ്മിറ്റി സെക്രട്ടറി അറിയാതാസില്ല, ഞാനാ സെക്രട്ടറി. അപ്പോ ഞങ്ങൾ ഇട്ടു. ഈ പോസ്റ്റൽ വോട്ടുകൾ എന്ന് പറയുന്നത് തന്നെ ഇത് കയ്യിൽ കൊടുക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് വസ്തുത. എന്തിനാണ് പോസ്റ്റൽ എന്ന് പറഞ്ഞിരിക്കുന്നത്? കൊണ്ടുപോയി പോസ്റ്റ് ചെയ്യുക. ഇത് യഥാസമയം കൗണ്ടിങ് ഏജന്റിന്റെ കൗണ്ടിങ് ടേബിളിന് മുമ്പാകെ എത്തുക സമയത്തിന് മുമ്പ്. പലപ്പോഴും ഇത് സമയത്ത് കൊടുക്കാൻ കഴിയാതെ വരും. പോസ്റ്റലിലേക്ക് ഇട്ടാൽ, അതായത് കൊണ്ടുപോയി പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചാൽ കൃത്യമായി ഇത് അവിടെ ചെല്ലും. പക്ഷേ കൗണ്ടിങ് തുടങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പ് ഈ എണ്ണുന്ന ടേബിളിന് മുമ്പാകെ ഈ കവർ വരണം. എങ്കിൽ അങ്ങനെ ശേഷം വരുന്നതെല്ലാം ഇൻവാലിഡ് ആയിട്ട് മാറ്റി വെക്കും. അത് ഇതാണ്. അതുകൊണ്ട് എല്ലാവരും പലപ്പോഴും നമ്മുടെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് തലേദിവസമാണ് പോസ്റ്റൽ ബാലറ്റ് കൊടുക്കുന്നത്, നമുക്കറിയാവുന്നത്. അവരതിൻ്റെ വേഗത്തിൽ അവർ കൊണ്ടുപോയി അവർക്ക് ഈ ജോലിക്കിടയിൽ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് സ്ഥാനാർത്ഥിയെ തന്നെ ഏൽപ്പിക്കുന്നവരുണ്ട്. ഞാൻ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ചിലരിത് തുറന്നു വെച്ച് തന്നെ കൊണ്ടുപോയി കൊടുത്തതായിട്ട് പല തിരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്ത് മെമ്പർമാരും കൗൺസിലർമാരും ഒക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതായത് അവിടെ മുമ്പിലിരുന്ന് വോട്ട് രേഖപ്പെടുത്തി കൊടുക്കുന്ന രീതിക്കും അതൊക്കെ നിയമപരമായി തെറ്റായ കാര്യങ്ങൾ തന്നെയാണ്. അതിൻ്റെ രഹസ്യ സ്വഭാവം പുറത്തു കൊണ്ടുപോകാൻ പാടില്ല. അത് ശരിയാണ്. പക്ഷെ പലപ്പോഴും നടക്കുന്നത് ഇതാണ്. അതിനാവശ്യമായ മറ്റ് നടപടികളിലേക്ക് ഇലക്ഷൻ കമ്മീഷൻ പോകുന്നത് നല്ലതാണ്, അതിനോട് യോജിക്കാം. പക്ഷേ സുധാകരൻ പറഞ്ഞ കാര്യത്തിൽ ഇത് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി അദ്ദേഹത്തെ മുകളിൽ നിന്ന് വല്ല സമ്മർദ്ദം ഉണ്ടായിട്ട് പുതിയ വിശദീകരണം വല്ല തന്നെയില്ല. എന്തായാലും ഇന്ന് ഞാൻ പത്രത്തിൽ വായിച്ചത് അത് ശരിയായ കാര്യമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. എന്നിട്ടും KD ദേവദാസ് ജയിച്ചില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ഇത് ശരിക്കും